ഹായ്. ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും പക്ഷെ 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കൈ ഡിഫറെൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാല് ഒരൊറ്റ ടൈപ്പ് മാത്രമല്ല, നമ്മൾ സൂംബയിൽ യൂസ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒറ്റ ടൈപ്പ് കാലും ഡിഫറെൻറ്റ് ടൈപ്പ് കൈയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാലിന് ഒത്തിരി ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. കാലിൻ്റെ മസിൽസൊക്കെ നമ്മൾ വ്യായാമം ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് തന്നെ വേണം. കാരണം നമ്മൾ കാലിന് കൊടുക്കുന്ന വർക്കൗട്ടിലൂടെ നമ്മളെ ബ്ലഡ് പമ്പ് ചെയ്ത് ഹാർട്ടിലോട്ട് നേരെ പോകും. അത് നമുക്കറിയാമല്ലോ, ഹാർട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കൈ ഇങ്ങനെ ഡിഫറെൻ്റ് മോഡൽ എടുക്കുമ്പോൾ വെച്ചാൽ നമ്മുടെ അരക്കെട്ടിലെ കൊഴുപ്പൊക്കെ നന്നായിട്ട് മാറി നല്ല ഷേപ്പ്. അതേപോലെ നമ്മൾ മുതുക്ക് ഭാഗത്തുനിന്ന് താഴേക്ക് അരക്കെട്ട് വരെ എല്ലാവർക്കും ഉള്ളതാണ് കൊഴുപ്പ് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് മാറും. പിന്നെ നമ്മൾ നോർമൽ കേസിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന കൈകാൽ തരിപ്പ്, പെരുപ്പ്, വേദന, ഷോൾഡർ പെയിൻ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് മാറും കേട്ടോ. അത് ഫുൾ ബോഡിക്ക് നിങ്ങൾക്ക് നല്ലതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇനി എടുത്ത് പറയണ്ട, ഫുൾ ബോഡിക്ക് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴും ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കാലിൻ്റെ കൊഴുപ്പ് കുറയാനും കാലിൻ്റെ മസിൽ ടൈറ്റിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേത് ഒറ്റ ടൈപ്പാട്ടോ. ഇങ്ങനെ ഇത് ഇത്രയേ ഉള്ളൂ. കാല് നന്നായിട്ട് തിരിച്ച് കാല് കുത്തുക ചെയ്യുന്നത്, അങ്ങനെ വിരൽ കുത്തുക ചെയ്യുന്ന കേട്ടോ. അപ്പോൾ കൈ മാത്രം. അപ്പോൾ ഞാൻ ഓരോന്നോരോ 10 വെച്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തന്നിട്ടേ നെക്സ്റ്റ് തുടങ്ങുള്ളൂ. ഓരോ 10 കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചത്. പിന്നെ ഇതിന് പ്രായം നോക്കിയിട്ട് ആരും ഇരിക്കേണ്ട. 50 വയസ്സിലും 60 വയസ്സിലും ചെയ്യാം. അവരൊക്കെ ചെയ്ത് തന്നെ വേണം കേട്ടോ. ചെയ്യാണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് 60 വയസ്സ് 50 വയസ്സുള്ളവരൊക്കെ ചെയ്ത് തന്നെ ആവണം കേട്ടോ. മറ്റുള്ളവർ ചെയ്യരുതെന്നല്ല, മറ്റുള്ളവരുടെ കൂടെ നിങ്ങളും ചെയ്യണം. കൈ ഇതാണ്. ഇതേപോലെ ഇങ്ങനെ കണ്ടോ, താഴേക്കെടുത്ത് വീണ്ടും കണ്ടോ കാല് തിരിക്കും. ചിലർക്ക് കാലെടുക്കുമ്പോൾ കൈ എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വരും. അതിനൊന്നും കുഴപ്പമില്ല. പറ്റുന്ന പോലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളൂ, പിന്നെ അങ്ങ് ശരിയായിക്കോളും. അപ്പോൾ ഇതേപോലെ ഒന്ന് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ആ അരയുടെ ഭാഗമുണ്ട്, നടുവിൻ്റെ ഭാഗമൊക്കെ എത്രത്തോളം സ്ട്രെച്ചിങ് ആവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എൻ്റെ ഗുണം എന്താണെന്നുള്ള. പിന്നെ അത് നമ്മൾ കൈയൊന്ന് സൈഡിലേക്ക് എടുക്കുക കേട്ടോ. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കൈ നേരെ മുകളിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കാല് മാത്രം ചെരിച്ചു കൊടുത്താൽ മതി. ബോഡി ഫുള്ളായിട്ട് നമ്മൾ ചെരിഞ്ഞ് വൺ സൈഡ് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എടുക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മൾ ഫുള്ള് കാല് ചെരിച്ചാൽ, അല്ലെങ്കിൽ ബോഡി കംപ്ലീറ്റ് ഇത്രയും ചെരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കറക്കിയിട്ട് എടുക്കുക. കണ്ടോ, ഇങ്ങനെ കറക്കി എടുക്കൽ. നേരത്തെ നമ്മളിങ്ങനെ കറക്കാണ്ട് എടുത്ത കേട്ടോ. ഇതിപ്പോൾ കറക്കി എടുക്കൽ. അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഇതെടുക്കുമ്പോൾ നമ്മൾ ആ അരയുടെ ഭാഗമൊക്കെ നന്നായിട്ട് ടേൺ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്നത് വെച്ചാൽ നേരെ നമ്മൾ മുന്നേക്ക് കേട്ടോ, മുന്നിലോട്ടാണ് നീട്ടുന്നത്. ഇതേപോലെ കണ്ടോ. അപ്പോൾ നമുക്കതൊന്ന് എടുക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് 2 കൈ കഴിഞ്ഞിട്ട് ഇനി ഒരു കൈ, ഇപ്പോൾ ഒരു കൈ ഇടുപ്പിൽ കൊടുക്കുക, എന്നിട്ട് ഒരു കൈയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എടുക്കാം ചെരിഞ്ഞിട്ടാട്ടോ. 1 2 3 4 5 6 7 8 9 10. ഇത് സൈഡ് ഫാറ്റിന് ബെസ്റ്റ് ആട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. സൈഡ് ഫാറ്റിനൊക്കെ നമ്മളിത് എടുക്കുന്നുണ്ട് ഇങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളിതേപോലെ തന്നെ സൈഡിലേക്ക് എടുക്കല കേട്ടോ കൈ. 1 2 3 4 5 6 7 8 9 10. ഇനി നമ്മൾ കൈ നേരെ മുന്നിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് ചെസ്റ്റ് ലെവലിൽ വച്ചിട്ടാണ് എടുക്കൽ കേട്ടോ. നമ്മൾ 2 കൈയും അങ്ങനെ വച്ചിട്ടാണ് എടുക്കൽ കേട്ടോ. 1 2 3
4 5 6 7 8 9 10. ഇനി വരുന്നത് നേരെ താഴേക്കാട്ടോ കൈ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ഇത് ചെയ്ത് നോക്കുമ്പോൾ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് ഉറപ്പുണ്ട് ഇത് എഫക്റ്റ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളൂ കേട്ടോ, കൂടെ തന്നെ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ബോഡിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ നമ്മൾ ഹെൽത്തി ആക്കി വയ്ക്കുക. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമുക്കൊരു ഏജൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ പേശികളുടെ ബലം കുറഞ്ഞു വരിക ചെയ്യുന്നത്. ചില പാർട്സ് നമുക്ക് ടൈറ്റാവും. അപ്പോൾ ടൈറ്റായിരിക്കുന്നതിനെ വഴക്കിയെടുക്കുക, കുറഞ്ഞു വരുന്ന പേശികളൊക്കെ ബലപ്പെടുത്തുക. അതാണ് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിലൂടെ നമ്മൾ കിട്ടുന്നുണ്ട് ഗുണം. അപ്പോൾ അത് നമ്മൾ ചെയ്ത് തന്നെ വേണം. പ്രായമായി എന്നും പറഞ്ഞൊന്നും ആരും മാറി നിൽക്കരുത് കേട്ടോ. പറ്റുന്ന രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ് ഞാൻ ഒട്ടുമിക്കൽ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്തോളാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ. സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.